ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോർപ്പറേഷൻ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ റദ്ദാക്കിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പുലിക്കളി സംഘങ്ങൾ മേയർക്ക് നിവേദനം നൽകി. 9 ടീമുകളാണ് മേയർക്ക് നിവേദനം നൽകിയത്. വിദ്യാഭ്യാസം മനുഷ്യനെ വിനയാന്വിതനാക്കുന്നുവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നല്ല വിദ്യാഭ്യാസത്തിലൂടെ അനുകമ്പയുടെയും സഹാനുഭൂതിയുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്താൻ സാധിക്കുമെന്നും ഗവർണർ. തൃക്കൂരിലെ വാഴ കർഷകരുടെ ഉള്ളിലെ ആധി ഇറങ്ങിയില്ല. വെള്ളപ്പൊക്കത്തിൽ 13.4 ഹെക്ടറിലെ 33,500ഓളം വാഴകൾക്കാണ് നാശം സംഭവിച്ചത്. കേച്ചേരി മുഴുവഞ്ചേരിയിൽ കാർ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി. 2 പേർക്ക് പരിക്കേറ്റു. ഡ്രൈവർ ഉറങ്ങിയതാകാം അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. കൊൽക്കത്തയിലെ മെഡിക്കൽ PG വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ തൃശൂരിലും പ്രതിഷേധം. PG ഡോക്ടർമാർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് പ്രവർത്തകർ സേവ്യർ ചിറ്റിലപ്പള്ളി MLA-യുടെ ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തി. വടക്കാഞ്ചേരി തെക്കുംകര മേഖലകളിലെ വന്യമൃഗശല്യം തടയാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. വാർത്തകൾ വിശദമായി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോർപ്പറേഷൻ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ റദ്ദാക്കിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പുലിക്കളി സംഘങ്ങൾ മേയർക്ക് നിവേദനം നൽകി. പുലിക്കളി റദ്ദാക്കിയതോടെ പുലിക്കളി സംഘങ്ങൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയതോടെയാണ് തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയത്. പുലിക്കളിക്കായി പല സംഘങ്ങളും നേരത്തെ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. പുലിമുഖങ്ങളുടെ നിർമ്മാണവും പുലികളുടെ വസ്ത്രങ്ങളുടെ നിർമ്മാണവും കഴിഞ്ഞു. ടേബിളോ തുടങ്ങിയ മറ്റിനങ്ങൾ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പുലിക്കളിയുമായി മുന്നോട്ടുപോയ പുലിക്കളി സംഘങ്ങൾ കടം വാങ്ങി പുലിവേഷക്കാർ, പുലിവേഷം വരയ്ക്കുന്ന മെയ്യെഴുത്ത് ആർട്ടിസ്റ്റുകൾ, ടേബ്ലോ, പുലിക്കളി മേളം എന്നിവയ്ക്ക് അഡ്വാൻസ് തുക നൽകുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നെട്ടോട്ടത്തിലാണ് പുലിക്കളി സംഘങ്ങൾ. ഇത് ഒരു വർഷത്തെ തയ്യാറെടുപ്പാണ്. ഈ വർഷത്തെ പുലിക്കളി കഴിഞ്ഞ് അടുത്ത വർഷം വരെയുള്ള നമ്മുടെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോ സംഘങ്ങളും പല വിധത്തിൽ. കാരണം നമ്മളൊരു ടേബിളോ എന്ന് പറഞ്ഞാൽ തന്നെ മിനിമം 2.5-3 ലക്ഷം രൂപ ചിലവാണ്. ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 1/4 ഭാഗം പണി കഴിഞ്ഞെടുക്കുക. ഒരു 10, 25, 30 അടി വലിപ്പമുള്ള ഓരോ ഷെഡുകളൊക്കെ ഓരോ പ്രദേശത്ത് ഒരു സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് ഷെഡ് കെട്ടി അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ പണികൾ നടന്ന് ഇതിനി അടുത്ത വർഷം വരെ നമുക്ക് വെച്ചിട്ടിരിക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ കേടുവന്ന് പോവും. അതുപോലെ തന്നെ നമ്മൾ പുലികൾ സാധാരണക്കാരൊക്കെയാണ് നമ്മൾ പുലിവേഷം കെട്ടി വരുന്നത്. അപ്പോൾ അവർക്ക് കൊടുത്ത അഡ്വാൻസ് തുകയൊന്നും നമുക്ക് തിരിച്ച് കിട്ടില്ല. കാരണം അതൊക്കെ അതാത് ദിവസം തന്നെ ചിലവായി പോയിക്കണം. വരക്കാർക്ക് കൊടുത്തത്, പെയിൻറ്റ് വാങ്ങി വെച്ചത്, ഇതൊക്കെ നമ്മൾ ഇനി എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ നടത്തുന്നത് നമ്മുടെ ഈ ദുരന്തത്തിന് ശേഷമാണ്. അന്നേരമെങ്കിലും നമ്മുടെ അടുത്ത് 10 ദിവസം കഴിയട്ടെ നമുക്കൊന്ന് ആലോചിച്ച് ചെയ്യാം എന്നൊരു ഇത് പറയുകയാണെങ്കിൽ ഞങ്ങൾ അന്ന് ഇത് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും അഡ്വാൻസുകളും കാര്യങ്ങളും കൊടുക്കുകയും പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഓരോ ടീമും ചെയ്തത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് വളരെ ഭീമമായൊരു നഷ്ടമാണ്. ഓരോ ടീമിനും ഒരു 4 ലക്ഷത്തിൻ്റെ മുകളിലാണ് നമുക്ക് അഡ്വാൻസിൽ പോയിരിക്കുന്നത്. ഇത്തവണ 9 ടീമുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും അനുഭവപൂർണമായ സമീപനം ഉണ്ടാകണമെന്ന് പുലിക്കളി സംഘങ്ങൾ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ആലോചിച്ച് തീരുമാനമറിയിക്കാമെന്ന് മേയർ അറിയിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം ഒരു വിഭാഗം കുമ്മാട്ടി കൂട്ടായ്മ യോഗം ചേർന്ന് ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള കുമ്മാട്ടിക്കളി നടത്താൻ തീരുമാനിച്ചിരുന്നു. 36 കുമ്മാട്ടി കൂട്ടായ്മകളാണ് തൃശ്ശൂരിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. TCV ന്യൂസ്, തൃശ്ശൂർ. വിദ്യാഭ്യാസം മനുഷ്യനെ വിനയാന്വിതനാക്കുന്നുവെന്നും നല്ല വിദ്യാഭ്യാസത്തിലൂടെ അനുകമ്പയുടെയും സഹാനുഭൂതിയുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്താൻ സാധിക്കുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. കോലഴി ചിന്മയ മിഷൻ കോളേജിന്റെ 1 വർഷം നീണ്ടുനിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു ഗവർണർ. ചിന്മയാനന്ദ സ്വാമികളുടെ ദീർഘവീക്ഷണമാണ് ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകളെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെയും ദൈവിക ചിന്തകളിലൂടെയും ധാർമ്മിക മൂല്യത്തിലേക്ക് എത്തിക്കാൻ ഇടയാക്കിയതെന്നും ഗീതാവചനങ്ങൾ ആത്മീയ ടോണിക്കാണെന്നും ഗവർണർ പറഞ്ഞു. സുവർണ ജൂബിലിയുടെ ഭാഗമായി ചിന്മയ പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകുന്ന കോളേജ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും പൂർവ്വ അധ്യാപകർക്കുള്ള സമാദരണവും വിദ്യാലയത്തിൽ പുതുതായി തുടങ്ങുന്ന റോബോട്ടിക് ലാബിന്റെ ഉദ്ഘാടനവും ഗവർണർ നിർവഹിച്ചു.
സേവ്യർ ചുറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. ചിന്മയ മിഷൻ കേരള റീജിയണൽ മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി, ചിന്മയ എഡ്യൂക്കേഷണൽ ഡയറക്ടർ ഡോക്ടർ V. വേണുഗോപാൽ, പ്രിൻസിപ്പൽ P. കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും പൂർവ്വ വിദ്യാർത്ഥികളും സുവർണം ചിന്മയ എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. Thank you, Dr. Usha and Shri C. Thank you, Shri Jayarajaya and thought continues to illuminate the lives of thousands of people worldwide 3 decades after his Mahasamadhi. We remember how Swami Chinmayanandaji's lively and erudite discourses had brought stability and confidence to the seekers all over the world. His interpretation, his discourses on Srimad Bhagavad Gita are widely regarded. തോട്ടങ്ങളിൽ നിന്ന് വെള്ളമിറങ്ങിയിട്ടും തൃക്കൂരിലെ വാഴ കർഷകരുടെ ഉള്ളിലെ ആധി ഇറങ്ങിയില്ല. കൃഷി വകുപ്പിന്റെ പ്രാഥമിക കണക്കെടുപ്പിൽ 13.4 ഹെക്ടറിലെ 33,500ഓളം വാഴകളാണ് വെള്ളത്തിനടിയിലായത്. തോട്ടങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങിപ്പോയെങ്കിലും വാഴകളുടെ പിണ്ടികളിലെല്ലാം ചീച്ചൽ ബാധിച്ചു. ഇനി വാഴക്കുലകൾ വലുതാകില്ലെന്നും വിളവെടുത്താലും വലിയ നഷ്ടം നേരിടുമെന്നും കർഷകർ പറയുന്നു. വിളവെടുക്കാനാകില്ലെന്നും വാഴക്കുലകൾ തോട്ടത്തിൽ തന്നെ വെട്ടിയിടേണ്ട സ്ഥിതിയാണെന്നുമാണ് കർഷകർ പറയുന്നത്. എനിക്ക് തന്നെ ഒരു 1000 വാഴയോളം ഇതിലൊരു 650 വാഴ ഒറ്റ പോയി, നഷ്ടമായി പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ച് കൊലച്ച് പറഞ്ഞാൽ ഓണത്തിന് വെട്ടാനുള്ള കായായിരുന്നു. ഒരു 18 കിലോ 20 കിലോ കിട്ടുന്ന കായക്കൊലകളാണ് മുഴുവൻ വെള്ളം വന്ന് ഒടിഞ്ഞു പോയത്. കായക്കൊല വരെ വെള്ളം മുട്ടിപ്പോയി. 1 കോടി രൂപയെങ്കിലും നഷ്ടം ഈ ഭാഗത്ത് ഉണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത്രയധികം വാഴ, 10,000 കണക്കിന് വാഴയാണ് ഈ ഭാഗത്ത് നശിച്ചു പോയേക്കുന്നത്. ഇത്തവണ ഇപ്പോൾ ഇത്രയധികം വെള്ളം വന്ന് കൃഷി നശിച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു നാശനഷ്ടം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇപ്പം നശിച്ചു പോയ വാഴകൾ ഇവിടെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഇതിപ്പോൾ മാർക്കറ്റിൽ കൊടുക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. വെട്ടി നശിപ്പിക്കാൻ മാത്രമേ പറ്റില്ല. അപ്പോൾ ഇതിന്റെ നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് കിട്ടുക, അടുത്ത വെള്ളം ഇറക്കേണ്ട സമയമായി തുടങ്ങി. അതാണ് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത്, സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. ഓണവിപണി ലക്ഷ്യമിട്ട് പണയപ്പെടുത്തിയും സ്ഥലം പാട്ടത്തിനെടുത്തും കൃഷി നടത്തിയ 90 വാഴ കർഷകരാണ് പ്രതിസന്ധിയിലായത്. തൃക്കൂർ പാലത്തുപറമ്പിലെ വാഴത്തോട്ടങ്ങളിൽ കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇത്തവണ വെള്ളപ്പൊക്കം വരുത്തിവെച്ചത്. വാഴയ്ക്ക് പുറമെ 45 തെങ്ങ്, 150 ജാതിമരം, 60 കുരുമുളക്, 80 അടയ്ക്കാമരം എന്നിവയും വെള്ളക്കെട്ടിൽ നശിച്ചുവെന്നാണ് കൃഷിവകുപ്പിന്റെ പ്രാഥമിക കണക്ക്. കൃത്യമായ കണക്കുകൾ തയ്യാറാക്കി വരികയാണെന്നും കൃഷി ഓഫീസർ പറഞ്ഞു. കൃഷിയെ വെള്ളത്തിലാക്കിയത് പീച്ചി ഡാം അധികൃതരാണെന്നും ഇവർ ആരോപിച്ചു. പീച്ചി ഡാമിലെ അനാസ്ഥ മൂലം ഞങ്ങളുടെ കൃഷി കംപ്ലീറ്റ് നശിച്ചു. ലക്ഷക്കണക്കിന് രൂപ വരെ നഷ്ടം. എല്ലാ പണിയും കഴിഞ്ഞ് ഓണത്തിന് വേണ്ടി പാകായിക്കുന്ന കായാണ് 10-15 കൊല ഒരേ തോട്ടത്തിൽ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ബാങ്കുകളിലത്തെ ലോണും അടയ്ക്കാനൊന്നും രക്ഷയില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറ്റാത്ത കണ്ടീഷനിലാണ് നിൽക്കുന്നത്. 18 വെള്ളം വരെ വന്നിട്ട് കൃഷി ചെയ്തിട്ട് ഞങ്ങൾക്ക് യാതൊരു നഷ്ടം ഉണ്ടായിട്ടില്ല. അർഹമായ നഷ്ടപരിഹാരം ഉടൻ ലഭ്യമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്. കേച്ചേരി മഴുവഞ്ചേരി സെന്ററിൽ കാർ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചുകയറി 2 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രികരായ കുന്നംകുളം കിഴൂർ സ്വദേശി പണിക്കവീട്ടിൽ ഷംസുദ്ദീൻ, ഭാര്യ ആമിനക്കുട്ടി, മകൻ ഷെഫീഖ് എന്നിവരെ കേച്ചേരി ആക്ട്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവർ ഉറങ്ങിയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നെടുമ്പാശ്ശേരിയിൽ നിന്ന് കുന്നംകുളത്തേക്ക് വരുമ്പോഴാണ് അപകടം. കൊൽക്കത്തയിലെ മെഡിക്കൽ PG വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ തൃശൂരിലും പ്രതിഷേധം. കേരള മെഡിക്കൽ കോളേജ് പോസ്റ്റ് ഗ്രാജുവേഷൻ അസോസിയേഷൻ തൃശൂർ മെഡിക്കൽ കോളേജ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാർ മാർച്ച് നടത്തി. പോസ്റ്റ് ഗ്രാജുവേഷൻ ഹൌസ് സർജൻസിയിലെ 300ഓളം ഡോക്ടർമാർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ S. അജയ്കുമാർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി.
വടക്കാഞ്ചേരി തെക്കുംകര മേഖലകളിലെ വന്യമൃഗശല്യം തടയാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ സേവ്യർ ചുറ്റിലപ്പള്ളി MLA-യുടെ ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തി. വടക്കാഞ്ചേരി തെക്കുംകര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ, DCC സെക്രട്ടറി PJ രാജു, മുൻ മണ്ഡലം പ്രസിഡന്റ് AS ഹംസ, മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് CH ഹരീഷ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ഈ ആനകൾ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ആദ്യം വന്ന് വനമേഖലയോട് അടുത്ത പ്രദേശങ്ങളിൽ വന്നു പോവുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി അവരുടെ കൃഷി നശിപ്പിക്കുന്ന ഒരു സ്ഥിതി ഭക്ഷിച്ചു. അഴീക്കോട് മുനമ്പം പാലത്തിന്റെ കോൺക്രീറ്റിംഗ് ആരംഭിച്ചു. അഴീക്കോട് ഭാഗത്തെ പാലത്തിന്റെ തുടക്കത്തിലുള്ള 2 സ്പാനുകളുടെ 30 മീറ്റർ ദൂരത്തിലുള്ള കോൺക്രീറ്റിംഗ് ആണ് നടന്നത്. നിർദ്ദിഷ്ട പാലത്തിനും അനുബന്ധ റോഡിനും കൂടി 1124 മീറ്റർ നീളമാണുള്ളത്. നിലവിൽ പുഴയിലെ പൈലിംഗ് പ്രവർത്തികളിൽ 60% പൂർത്തീകരിച്ചു കഴിഞ്ഞു. ET ടൈസൺ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK അസിം, നജ്മൽ സക്കീർ, സഹ്റാബി ഉമ്മർ, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ തുടങ്ങിയവർ കോൺക്രീറ്റിംഗ് നടപടികൾ വിലയിരുത്താനെത്തിയിരുന്നു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2017 അഴീക്കോട് മുനമ്പം പാലത്തിന് ഭരണാനുമതി ലഭിച്ചത്. 2023 പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. സമയബന്ധിതമായി പാലം പണി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ET ടൈസൺ MLA പറഞ്ഞു. സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് ഇന്ന്. നമ്മുടെ ഈ പ്രവർത്തനത്തിന്റെ ഒരു സ്റ്റെപ്പ് കൂടി പിന്നിടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. നമുക്കിന്ന് 30 മീറ്റർ സ്പാൻ ഇത് വാർക്ക കഴിക്കുമെന്നാണ് ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അപ്പം അതിന് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത് അങ്ങനെ വാർത്ത് പോകുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മൾ ദീർഘകാലമായി പറയുന്ന ഒരു കാര്യം സാധ്യതപ്രായമാകുന്നു, അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തുന്ന ഘട്ടത്തിലേക്ക് പോകുന്നു എന്നാണ്. നമുക്കിപ്പോൾ 15.7 മീറ്റർ വീതിയാണ് ഇതിനുള്ളത്. പെരുമ്പിലാവിൽ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണത്തിൽ ആംബുലൻസ് ഡ്രൈവർക്ക് പരിക്കേറ്റു. പഴഞ്ഞി കോട്ടോൾ സ്വദേശി ചേമ്പത്തയ്യൽ വീട്ടിൽ ഹാഷിറിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ആക്രമണം. പെരുമ്പിലാവ് സെന്ററിൽ മദ്യലഹരിയിൽ യുവാക്കൾ തമ്മിൽ സംഘർഷം നടന്നിരുന്നു. പിന്നീട് 2 കാറുകളിലായി എത്തിയ സംഘം സംഭവസ്ഥലത്ത് നിന്നിരുന്ന തന്നെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ ഹാഷിർ പറഞ്ഞു. മർദ്ദനത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഹാഷിറിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേച്ചേരി മഴുവഞ്ചേരിയിൽ വാക്കുതർക്കത്തെ തുടർന്ന് യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മഴുവഞ്ചേരി സ്വദേശി വാഗപ്പാറയ്ക്കൽ വീട്ടിൽ ബിജൂട്ടനാണ് വെട്ടേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. ബിജുവും ആക്രമിച്ചവരും തമ്മിൽ നേരത്തെ വാക്കുതർക്കം നടന്നിരുന്നു. ഇതിന്റെ പ്രതികാരം എന്നോണമാണ് ബിജുവിനെ നേരത്തെ ആക്രമണമുണ്ടായത്. തലയ്ക്ക് പരിക്കേറ്റ ബിജുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ അനിൽ, വിനു എന്നിവർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. പെങ്ങാമുക്ക് മൂലേപ്പാട് SC/ST ഫ്ളാറ്റിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വാർഡംഗം പ്രദീപ് കൂനത്ത് പറഞ്ഞു. 2020 മുതൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ SC ഫ്ളാറ്റിൽ നടപ്പാക്കി. സുരക്ഷയ്ക്കായി ഫ്ളാറ്റിന് ചുറ്റും മതിൽ കെട്ടി. ഫ്ളാറ്റിന് സമീപം മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുകയും ഫ്ളാറ്റിലേക്ക് വരുന്ന വൈദ്യുത പോസ്റ്റുകളിൽ വിളക്കുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഫ്ളാറ്റിൽ ഓരുവെള്ളം വരുന്നതിന് പരിഹാരം കാണാനായി ജലശുദ്ധീകരണത്തിന് പദ്ധതി തയ്യാറാക്കി. വെള്ളക്കെട്ട് സ്ഥിരമായുള്ള ഭാഗത്ത് കോൺക്രീറ്റിംഗ് കട്ട വിരിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുകയാണ്. ഭരണത്തിലിരിക്കുമ്പോൾ ST ഫ്ളാറ്റിന് വേണ്ടി ഒന്നും ചെയ്യാതെ ഇപ്പോൾ അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് കോൺഗ്രസും സഖ്യകക്ഷികളും ശ്രമിക്കുന്നതെന്ന് പ്രദീപ് കൂനത്ത് പറഞ്ഞു. അതായത് SC ഫ്ളാറ്റ് പുതിയ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ പത്രമാധ്യമങ്ങളിലെ ഇത് ഒരു നല്ല രീതിയിലുള്ള വാർത്തകളല്ല ഈ SC ഫ്ളാറ്റിനെ സംബന്ധിച്ച് വരുന്നത്. SC ഫ്ളാറ്റിൻ്റെ ആദ്യത്തെ ഒരു വിഷയം ഉണ്ടായിരുന്നത് നമ്മുടെ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഏകദേശം 3.5 ലക്ഷം രൂപ കേന്ദ്ര ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ട് അതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭരണസമിതി നിലവിൽ ഞാൻ വാർഡ് മെമ്പർ ആയതിനു ശേഷം, അതായത് രണ്ടാമത്തെ സമുച്ചയമായ അതിൻ്റെ ഷീറ്റ് ഏകദേശം 4-4.5 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് നമ്മളവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ 3 റൂമുകളും നമ്മൾ ടൈലിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചുറ്റുമതിൽ, അതായത് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട്. ഏകദേശം 10-16 ലക്ഷം രൂപയോളം ഈ 2021 കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം 2021 കാലഘട്ടം മുതൽ 2024 കാലഘട്ടം വരെ SC ഫ്ളാറ്റിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്.
BKMU പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതി അനുസരിച്ച് നടത്തിയ കൃഷി വിലയിരുത്താൻ CC മുകുന്ദൻ MLA സ്ഥലം സന്ദർശിച്ചു. പാറളം പഞ്ചായത്തിലെ പള്ളിപ്പുറത്ത് 1 ഏക്കർ 15 സെന്റ് സ്ഥലത്താണ് കൃഷി ഇറക്കിയിരുന്നത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരും BKMU നേതാക്കളുമായ സുബിത സുഭാഷ്, PO സൈമൺ, മഹിളാ സംഘം സെക്രട്ടറി വനജ പൂവത്തിങ്കൽ, CPI ലോക്കൽ സെക്രട്ടറി PB ഷാജൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തരിശുഭൂമികൾ കാർഷിക പ്രവർത്തികൾക്ക് ഉപയോഗപ്രദമാക്കാൻ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് MLA പറഞ്ഞു. വൈകിയെത്തിയ റംബൂട്ടാൻ രുചിഭേദത്തിന്റെ നിറപകിട്ടിലാണ് അതിരപ്പള്ളി വഴിയോരം. കാലം തെറ്റി കായ്ഫലമായ അതിരപ്പള്ളി ബ്രാൻഡിന് ഇപ്പോഴും ആവശ്യക്കാരുണ്ട്. കാലാവസ്ഥയുടെ ചതിയിൽ ഏറെ വൈകിയാണ് റംബൂട്ടാൻ പഴങ്ങൾ മരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. മേനിയഴകിൽ മികവില്ലായ്മയും എണ്ണക്കുറവും വിപണിയെ ആടിയുലച്ചു. നിപ്പ ഭീതി ഇക്കുറിയും വെല്ലുവിളിയായി. എല്ലാ നിലയിലും കേരളത്തിലെ ഏറ്റവും മികച്ച റംബൂട്ടാൻ വിളവ് കേന്ദ്രമായ ചാലക്കുടിയിലെ പരിയാരത്തിന് ഈ മേഖലയിൽ വിട്ടുമാറാത്ത ശനിദശ തന്നെ. പ്രതികൂല കാലാവസ്ഥയിൽ വിനോദസഞ്ചാരികളുടെ വരവ് കുറഞ്ഞതും വിൽപ്പനയെ ബാധിച്ചു. ചുവപ്പ് പഴങ്ങളാണ് കൂടുതലും. സാധാരണ മഞ്ഞയും നാടനും ധാരാളം കച്ചവടത്തിനെത്താറുണ്ട്. 4 വർഷമായി ഇടനിലക്കാരെ ഒഴിവാക്കിയാണ് കച്ചവടം. 100 മുതൽ 150 രൂപ വരെയുള്ള വിലയിൽ തോട്ടങ്ങളിൽ നിന്നും മൊത്തമായി വാങ്ങുന്ന ഇടനിലക്കാർക്ക് പുറം വിപണി ഇക്കാലമത്രയും ചാകരയായിരുന്നു. ഇപ്പോൾ കഥ മാറി. നാട്ടിലെ ചെറുകിട വിൽപ്പനക്കാർക്ക് വിൽക്കുമ്പോൾ തോട്ടമുടമകൾക്ക് 220 രൂപ വരെ ലഭിക്കും. ഒന്നാന്തരം കായ്കൾ കിലോ 250 രൂപയ്ക്കാണ് വിൽപ്പന. നിറമങ്ങിയവ രൂപ 200-നും ലഭിക്കും. വാട്ടമില്ലാത്ത പഴങ്ങൾ രുചിയോടെ ആളുകളുടെ കയ്യിലെത്തുന്നതും മറ്റൊരു പ്രത്യേകതയാണ്. TCV ന്യൂസ്, ചാലക്കുടി. രാജ്യത്തുടനീളം നിലവാരമില്ലാത്ത ഹെൽമറ്റുകൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി. ഇതു സംബന്ധിച്ച് കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയം ജില്ലാ കളക്ടർമാർക്കും മജിസ്ട്രേറ്റുമാർക്കും നിർദ്ദേശം നൽകി. വയനാടിന്റെ അതിജീവനത്തിനായി ചായക്കുറി സംഘടിപ്പിച്ച് DYFI പ്രവർത്തകർ. ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് DYFI നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്കുള്ള ധനസമാഹരണത്തിന് വേണ്ടിയാണ് ചായക്കുറി സംഘടിപ്പിച്ചത്. DYFI മതിലകം ത്രിവേണി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ചായക്കുറി ഒരുക്കിയത്. കൂളിമുട്ടത്ത് സംഘടിപ്പിച്ച ചായക്കുറിയിൽ നിരവധി പേർ പങ്കാളികളായി. DYFI മുൻ ത്രിവേണി യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് ജാസിം, ജില്ലാ കമ്മിറ്റി അംഗം റീമ K ഹമീദ്, ബ്ലോക്ക് സെക്രട്ടറി PH നിയാസ്, വൈസ് പ്രസിഡന്റ് VI ഇൻസാഫ്, കൂളിമുട്ട മേഖലാ പ്രസിഡന്റ് KS ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് ഉരുൾപൊട്ടലിൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് കേരളത്തിനുണ്ടായി. വയനാടിനും ഒരുപാട് പേരെ വീടുകൾ, ജീവിതമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ റീബിൽഡ് വയനാട് എന്നുള്ളൊരു ക്യാമ്പയിൻ DYFI ഏറ്റെടുത്തിരിക്കുകയാണ് സംസ്ഥാന തലത്തിൽ. അതിൻ്റെ ഭാഗമായി DYFI കൂളിമുട്ടം മേഖല കമ്മിറ്റിയുടെ കീഴിലുള്ള ത്രിവേണി യൂണിറ്റിൻ്റെ ഒരു വ്യത്യസ്തമായ ക്യാമ്പയിനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഴയകാല ഓർമ്മകളിലേക്ക് നമ്മുടെ ജനങ്ങളെ കൊണ്ടുപോയി അതിൽ നിന്നും നമുക്കൊരു കളക്ഷൻ എന്ന രീതിയിൽ നമ്മൾ കൗണ്ട് പറഞ്ഞിരുന്നത് 25ഓളം വീടുകളാണ് സംസ്ഥാന കമ്മിറ്റി ആദ്യം പറഞ്ഞത്. അതിൽ കൂടുതൽ വീടുകൾ നമുക്ക് നിർമ്മിച്ച് നൽകാനാവും. കേരളത്തിലെ യുവജന സംഘടനകൾ, മറ്റ് ഇതര ജനവിഭാഗങ്ങൾ, തൊഴിലാളികൾ, കർഷകർ, ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകൾ ഒത്തൊരുമയോടുകൂടി നിന്നുകൊണ്ട് കേരളത്തിൻ്റെ ചിന്താഗതിയും കേരളത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യബോധവും ഒക്കെ വയനാടിനെ, അതിലെ എല്ലാ സർവ്വതും നശിച്ച ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒത്തൊരുമിക്കുകയാണ്. വയനാട്ടിലെ ദുരിതബാധിതർക്കായി ക്ഷേമ പെൻഷൻ തുക നൽകി ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശി ശങ്കരൻകുട്ടി. തനിക്ക് ലഭിച്ച 1 മാസത്തെ ക്ഷേമ പെൻഷൻ 1600 രൂപയാണ് മന്ത്രി MB രാജേഷിനെ ഏൽപ്പിച്ചത്. ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് അംഗം VS ശിവാസ്, വിജയമ്മ തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ശങ്കരേട്ടൻ അദ്ദേഹത്തിൻ്റെ 1 മാസത്തെ ക്ഷേമ പെൻഷനാണ് 1600 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത്. സംഭാവന നൽകിയെന്ന് മാത്രമല്ല, അദ്ദേഹം ആ പൈസയും കൊണ്ട് വന്ന് എന്നോട് പറഞ്ഞത് മരുന്നൊക്കെ പിന്നെ വാങ്ങാം, ഇപ്പോൾ ഇത് നടക്കട്ടെ എന്നതാണ്. ഇതാണ് മലയാളിയുടെ വിശാലമായിട്ടുള്ള ഹൃദയ വിശാലത എന്ന് പറയുന്നത്. മണ്ണമ്പേട്ട ആയുർവേദ ആശുപത്രി റോഡും കരുവാപ്പടി പൂക്കോട് റോഡും കുണ്ടും കുഴിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായി. മാസങ്ങളായി തകർന്നു കിടക്കുന്ന റോഡുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആരോപണമുണ്ട്. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും താൽക്കാലികമായി കുഴികൾ നികത്താൻ പോലും തയ്യാറായില്ല.
റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ അളഗപ്പ നഗർ പഞ്ചായത്ത് സെക്രട്ടറിക്കും പൊതുമരാമത്ത് അധികൃതർക്കും പരാതി നൽകി. കേരള കോൺഗ്രസ് പാവറട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തക യോഗം നടത്തി. പാർട്ടി ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബാങ്ക് വൈസ് പ്രസിഡന്റ് CK തോബിയാസ്, OG സെബാസ്റ്റ്യൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സിമന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് AC ജോർജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി NJ ലിയോ, VJ വർഗീസ്, VL താജപ്പൻ, മിനി ലിയോ എന്നിവർ സംസാരിച്ചു. വേലൂർ RM LP സ്കൂളിന് സമീപം രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ അറവുമാലിന്യം തള്ളിയത് ദുരിതമാകുന്നു. കുറാഞ്ചേരി വേലൂർ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി മൺകൂനകൾ കൂട്ടിയിട്ടിരിക്കുന്നിടത്താണ് മാലിന്യങ്ങൾ തള്ളിയിട്ടുള്ളത്. ഇതുമൂലം പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണ്. ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെയും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തൃശൂരിൽ അന്താരാഷ്ട്ര യുവജന ദിനാചരണം സംഘടിപ്പിച്ചു. ടൗൺഹാളിൽ നടന്ന അന്താരാഷ്ട്ര യുവജന ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, 23 കേരള കമാൻഡിംഗ് ഓഫീസർ VP പ്രകാശ്, DMO ഡോക്ടർ TP ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് മുൻപായി വിദ്യാർത്ഥി കോർണറിൽ നിന്ന് ടൗൺഹാളിലേക്ക് ആരോഗ്യ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, വോളണ്ടിയേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്ത വാക്കത്തോൺ നടന്നു. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ വടക്കൻ കേരളത്തിലെ 7 ജില്ലകളിൽ സഞ്ചരിക്കുന്ന HIV എയ്ഡ്സ് ബോധവൽക്കരണ വാനിന്റെ ഫ്ളാഗ് ഓഫ് തൃശൂർ DIG അജിത ബീഗം നിർവഹിച്ചു. തുടർന്ന് വിവിധ കോളേജുകളും സംഘടനകളും അവതരിപ്പിച്ച കലാപരിപാടികൾ അരങ്ങേറി. ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന. കാരണം മണ്ണുത്തി ഹോളി ഫാമിലി സ്കൂളിലെ കുരുന്നുകൾ വയനാട് ദുരന്തത്തിൽ മൺമറഞ്ഞു പോയവരെ അനുസ്മരിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ ജാൻസി ആന്റണിയുടെ നേതൃത്വത്തിൽ ഉരുൾപൊട്ടലിൽ മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. രാമായണ മാസാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി അഖില ഭാരതീയ അഭിഭാഷക പരിഷത്തുമായി ചേർന്ന് തൃശൂരിൽ ഈ മാസം 15-ന് രാമായണ വിചാര സദസ്സ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാമായണവും ഭാരതീയ ന്യായ സംഹിതയും എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന വിചാര സദസ്സ് കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. രാമായണ മാസാചരണ സമിതി ചെയർമാൻ AP നാരായണൻകുട്ടി, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് K സതീഷ് ചന്ദ്രൻ, സെക്രട്ടറി രമേശ് വാര്യർ, സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ MV നടേശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രശസ്ത മോഹിനിയാട്ട നർത്തകിയും പരിശീലകയുമായ കലാമണ്ഡലം പത്മിനിയുടെ 74ാം പിറന്നാളിനോടനുബന്ധിച്ച് ഗുരുദക്ഷിണയുമായി ശിഷ്യസമൂഹം. 1970 മുതൽ കേരള കലാമണ്ഡലത്തിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ പത്മിനി ടീച്ചറുടെ ശിഷ്യരുടെ കൂട്ടായ്മയാണ് 14-ന് ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ ഗുരുവന്ദനം സംഘടിപ്പിക്കുന്നത്. ചടങ്ങിന്റെ ഉദ്ഘാടനവും നടനം പത്മിനി കാൽച്ചിലങ്കകളുടെ കാണാപ്പുറങ്ങൾ എന്ന ഡോക്യുമെന്ററിയുടെ പ്രകാശനവും കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ പ്രൊഫസർ B അനന്തകൃഷ്ണൻ നിർവഹിക്കും. തുടർന്ന് കലാമണ്ഡലം പത്മിനി 30 ശിഷ്യകളും ചേർന്നൊരുക്കുന്ന നൃത്താർച്ചന അരങ്ങേറുമെന്ന് സംഘാടകർ അറിയിച്ചു. ശിഷ്യരായ കലാമണ്ഡലം ഹുസ്ന ബാബു, കലാമണ്ഡലം രാജേശ്വരി, കലാമണ്ഡലം അംബിക, കലാമണ്ഡലം സുശീല, കലാമണ്ഡലം ഭാഗേശ്വരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരുമനയൂർ പഞ്ചായത്തിൽ UDF ജനപ്രതിനിധികളുടെ ഉപവാസ സമരം ആരംഭിച്ചു. പഞ്ചായത്തിലെ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, വികസനത്തിനായി സർക്കാർ അനുവദിച്ച ലക്ഷങ്ങൾ ലാപ്സാക്കിയ ഭരണസമിതി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസ സമരം സംഘടിപ്പിച്ചത്. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഹംസ കാട്ടത്തറ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ KJ ചാക്കോ, നസീർ മൂപ്പിൽ, ആരിഫ ജുഫൈർ, നഷ്ന മുഹമ്മദ്, RS ഷക്കീർ, നിയാസ് അഹമ്മദ്, VP അലി തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും ചെറിയ കേരളത്തിലെ ഏറ്റവും ചെറിയൊരു പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിലെ ഇത്ര കിട്ടുന്ന പൈസ ലാപ്സാക്കി കളയാൻ വേണ്ടിയിട്ട് ഒരു പ്രസിഡന്റിന്റെ ആവശ്യമില്ല. മുല്ലപ്പെരിയാർ അണക്കെട്ടിനെക്കുറിച്ചുള്ള ആശങ്കകൾ കൂടുന്ന പശ്ചാത്തലത്തിൽ നിവേദനങ്ങളും സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് പീപ്പിൾസ് ലവ് മനുഷ്യ സൗഹൃദ കൂട്ടായ്മ ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. ആദ്യപടിയായി കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർക്ക് നിവേദനം നൽകും.
തുടർന്ന് വെള്ളപ്പൊക്കം ബാധിക്കാൻ സാധ്യതയുള്ള 6 ജില്ലകളിൽ കളക്ടറേറ്റ് ധർണ, മുല്ലപ്പെരിയാർ മുതൽ അറബിക്കടൽ വരെയുള്ള പദയാത്ര, 14 ജില്ലകളെ കോർത്തിണക്കി മനുഷ്യച്ചങ്ങല തുടങ്ങിയവ സംഘടിപ്പിക്കുമെന്ന് പീപ്പിൾസ് ലവ് ഭാരവാഹികൾ അറിയിച്ചു. പീപ്പിൾസ് ലവ് ഹൈ പവർ കമ്മിറ്റി പ്രസിഡന്റ് ചാലക്കുളം സക്കീർ ഹുസൈൻ, സംസ്ഥാന പ്രസിഡന്റ് ജയ്ശീലൻ സദാനന്ദൻ, ഭാരവാഹികളായ ഷാജു മംഗലാൻ, സുജിത് പാലിയക്കര, സിന്ധു അനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 3 വർഷം തൃശൂർ 7 കേരള NCC ബറ്റാലിയനെ നയിച്ച കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ ബി ബിജോയ്ക്ക് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. നിരവധി പ്രവർത്തനങ്ങളിൽ മുഖ്യ നായകത്വം വഹിച്ച ലഫ്റ്റനന്റ് കേണൽ ബി ബിജോയ് ഇന്ത്യൻ ആർമിയുടെ സിഗ്നൽസ് വിഭാഗത്തിലെ ഓഫീസറാണ്. പഞ്ചാബിൽ നിന്നുള്ള കേണൽ രജീന്ദർ സിംഗ് സിദ്ധു ആണ് 7 കേരള ബറ്റാലിയന്റെ പുതിയ സാരഥി. അമല മെഡിക്കൽ കോളേജിനും അനുബന്ധ സ്ഥാപനങ്ങൾക്കും ദേശീയ തലത്തിൽ ലഭിച്ച അംഗീകാരങ്ങളുടെ പശ്ചാത്തലത്തിൽ ചൊവ്വാഴ്ച അമല ക്വാളിറ്റി ഡേ ആചരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അമല ക്വാളിറ്റി ഡേയുടെ ഉദ്ഘാടനം നിർവഹിക്കും. സേവ്യർ ചിറ്റേപ്പള്ളി MLA, ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ തുടങ്ങിയവർ പങ്കെടുക്കും. അമല ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ, ജോയിന്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ, മറ്റ് ഭാരവാഹികളായ ബോർജിയോ ലൂയിസ്, ജോസഫ് വർഗീസ്, ഡോക്ടർ സൈജു എടക്കളത്തൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗജദിന ആഘോഷങ്ങൾ ഒഴിവാക്കി വയനാട്ടിലെ ദുരിതബാധിതർക്കായി ആനപ്രേമി സംഘടനയായ കൂട്ടുകൊമ്പന്മാർ എലിഫന്റ് വെൽഫെയർ ഫോറം 25,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. മന്ത്രി ആർ ബിന്ദുവിന് തുക കൈമാറി. കൂട്ടുകൊമ്പന്മാർ എലിഫന്റ് വെൽഫെയർ ഫോറം സംഘടനാ പ്രതിനിധികളായ PS ജിഷ്ണു, സുജിത് തിരിയാട്ട്, KB അഭിഷേക്, നന്ദകുമാർ എടവന, അവിൻ കൃഷ്ണ, ആന ഗവേഷകൻ മാർഷൽ C രാധാകൃഷ്ണൻ ചടങ്ങിൽ പങ്കെടുത്തു. തെരുവ് നായ്ക്കളിൽ കാലുകളിൽ രോഗം പടരുന്നു. പഴഞ്ഞി, അരുവായി, ജെറുസലേം മേഖലയിലെ തെരുവ് നായ്ക്കളുടെ കാലുകൾക്കാണ് രോഗബാധ കണ്ടെത്തിയത്. കാലിന് ബാധിച്ച രോഗം മൂലം ഇവയ്ക്ക് നടക്കാൻ കഴിയാത്ത നിലയിലാണ്. പല ഭാഗങ്ങളിലും രോഗം ബാധിച്ച നായ്ക്കളെ വ്യാപകമായി കാണാനുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. രോഗം വ്യാപിക്കുന്നതിന് മുൻപ് തെരുവ് നായ്ക്കൾക്ക് പ്രതിരോധ വാക്സിൻ നൽകാൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വയനാടിനായി കൈകോർത്ത് അക്കിക്കാവിലെ സംയുക്ത തൊഴിലാളികൾ തിങ്കളാഴ്ച ലഭിക്കുന്ന മുഴുവൻ വരുമാനവും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. അക്കിക്കാവിലെ 18ഓളം ഓട്ടോ തൊഴിലാളികൾ. ഓട്ടോകളുടെ ഫ്ളാഗ് ഓഫ് കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. സാമൂഹിക പ്രവർത്തകൻ M ബാലാജി ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് രാജേഷ് കടവല്ലൂർ അധ്യക്ഷനായി. അബ്ദുൾ റഹ്മാൻ പടിഞ്ഞാക്കര, MN മുരളീധരൻ, K കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഈ ദുരന്തത്തിൽ തങ്ങളാലാവുന്ന സഹായം ചെയ്യാൻ വേണ്ടി വാടാനപ്പള്ളി ഭാവന റാഫി കോർണറിന്റെ 45ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പ്രതിഭാ സംഗമവും കലാകായിക വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് OJ ഷാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഭാവന പ്രസിഡന്റ് റംസാൻ അലി അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി ഷെബീർ അലി, ട്രഷറർ മുഹമ്മദ് ഇസ്മയിൽ, അനിത, ഭാവന സ്ഥാപക പ്രസിഡന്റ് AT സിറാജുദ്ദീൻ, വാടാനപ്പള്ളി വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ജബ്ബാർ അറയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ്, ദളിത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൂട്ടധർണ നടത്തി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള അയ്യങ്കാളി വിപണന കേന്ദ്രത്തിലെ 3 കടമുറികളിലെ പട്ടികജാതി കച്ചവടക്കാരെ മതിയായ കാരണങ്ങളില്ലാതെ ഒഴിപ്പിക്കാനുള്ള ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സതീഷ് അപ്പുക്കുട്ടൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS ദീപൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി PK രാജൻ, പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി എന്നിവർ സംസാരിച്ചു. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ മേഖലയിലെ ഒഴുവത്തുകടവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചായക്കൂട്ട് സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, ലോകലേശ്വരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് IK ഗോവിന്ദൻ, CDS ചെയർപേഴ്സൺ ശ്രീദേവി തിലകൻ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി PH നിയാസ് എന്നിവർ പങ്കെടുത്തു. മറ്റത്തൂർ പഞ്ചായത്തിന്റെ ഔഷധ സസ്യകൃഷി വ്യാപനത്തിന്റെ ഭാഗമായി ചെട്ടിച്ചാലിൽ കുറുന്തോട്ടി കൃഷി ആരംഭിച്ചു.
കൊടകര ബ്ലോക്ക് പഞ്ചായത്ത്, മറ്റത്തൂർ പഞ്ചായത്ത്, മറ്റത്തൂർ ലേബർ സൊസൈറ്റി, തൊഴിലുറപ്പ് പദ്ധതി, കൃഷി വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ ചെട്ടിച്ചാൽ കുറുന്തോട്ടി കർഷക ഗ്രൂപ്പാണ് കൃഷി ആരംഭിച്ചത്. കുറുന്തോട്ടി കൃഷി വിത്തിറക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ ജിഷ ഹരിദാസ്, NP അഭിലാഷ്, ശാന്തി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. 2 വൃക്കകൾ നഷ്ടപ്പെട്ട ഗൃഹനാഥൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. ദേശമംഗലം തലശ്ശേരിയിൽ ചെരുവിൽ പീടികയിൽ ഹംസയാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. ഹംസയുടെ വീട്ടിലെ എല്ലാവർക്കും വൃക്ക സംബന്ധമായ അസുഖങ്ങളാണ്. ഹംസയുടെ പിതാവ് മൂസ വർഷങ്ങൾക്ക് മുൻപ് കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് മരിച്ചിരുന്നു. സഹോദരൻ താഹിറിന്റെ കിഡ്നി കുടുംബത്തിന്റെ മുഴുവൻ സമ്പാദ്യവും ചെലവഴിച്ച് ഒരിക്കൽ മാറ്റിവെച്ചു. ജ്യേഷ്ഠൻ അലി ക്യാൻസർ ബാധിച്ച് മരിച്ചു. അബുദാബിയിൽ ജോലിയിൽ തുടരുമ്പോഴാണ് ഹംസയ്ക്ക് ഹൃദയ സംബന്ധമായ രോഗം ബാധിച്ചത്. 9 ദിവസം ആശുപത്രിയിൽ അബോധാവസ്ഥയിലായിരുന്നു. തുടർന്ന് നാട്ടിൽ വന്ന് പരിശോധിച്ചപ്പോഴാണ് മറ്റുള്ളവർക്കുണ്ടായ ദുർവിധി ഹംസയെയും തേടിയെത്തി എന്നറിഞ്ഞത്. ഭാര്യയും 3 പെൺമക്കളും അടങ്ങുന്ന കുടുംബം വാടക വീട്ടിലാണ് കഴിയുന്നത്. ജീവൻ നിലനിർത്താൻ അടിയന്തരമായി കിഡ്നി മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 40 ലക്ഷം രൂപയോളം ചെലവ് വരും. ഹംസയും ഹംസയുടെ കുടുംബവും വലിയൊരു പ്രതിസന്ധിയിലാണ്. ഈ കുടുംബത്തിലെ എല്ലാവർക്കും കിഡ്നി സംബന്ധമായ ഒരു അസുഖം മൂലം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തമായിട്ടൊരു കിടപ്പാടവും പോലും ഇല്ലാതെ ചെറിയ 3 പെഞ്ച് കുഞ്ഞുങ്ങൾ മാത്രമായി ഒരു നിത്യ തൊഴിലെടുത്ത് കുടുംബത്തിന്റെ ജീവിതവും ബാക്കി കാര്യങ്ങളും പുലർത്തിക്കൊണ്ടുവരുമ്പോഴാണ് ഹംസയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു തീരാവേദന വന്നത്. ഹംസയുടെ മറ്റു ജ്യേഷ്ഠാനുജന്മാരും നിലവിൽ ഇതേ ഒരു അസുഖവുമായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സുമനസ്സുകളുടെ സഹായം കൊണ്ട് മാത്രമാണ് ഹംസയുടെ ചികിത്സയും തുടർ ചികിത്സയുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഹംസയെ സഹായിക്കാൻ MP കെ രാധാകൃഷ്ണൻ, കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് എന്നിവർ രക്ഷാധികാരികളായി ഹംസ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഉദാരമതികൾക്ക് കേരള ഗ്രാമീൺ ബാങ്ക് ആറങ്ങോട്ടുകര ബ്രാഞ്ചിലുള്ള 40383101113921 എന്ന അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, ചെറുതുരുത്തി. എംപ്ലോയ്മെന്റ് വകുപ്പ് നടപ്പിലാക്കി വരുന്ന വിവിധ സ്വയം തൊഴിൽ സംരംഭങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷത വഹിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ NV സമീറ, ചാവക്കാട് ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ TM മുഹമ്മദ് ഷൌക്കത്ത് അലി, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, പെരിഞ്ഞനം തുടങ്ങിയവർ സംസാരിച്ചു. ലെജൻഡ്സ് എരുമപ്പെട്ടിയുടെ ആഭിമുഖ്യത്തിൽ വെറ്ററൻ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ മികച്ച ടീമുകൾ മത്സരിച്ച ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ ഒമേഗ വിയൂരിനെ പരാജയപ്പെടുത്തി ലെജൻഡ്സ് എരുമപ്പെട്ടി ജേതാക്കളായി. എരുമപ്പെട്ടി യുണൈറ്റഡ് സ്പോർട്സ് ഹബിൽ നടന്ന ടൂർണമെന്റ് സന്തോഷ് ട്രോഫി മുൻ ഗുജറാത്ത് ടീം ക്യാപ്റ്റൻ മണി പാഴിയോട്ടുമുറി ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കുള്ള സമ്മാനദാനം ടൂർണമെന്റ് ടൈറ്റിൽ സ്പോൺസർ ആഷിഖ് കരിയന്നൂർ നിർവഹിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം അംഗം ഷെഫീഖ് പാത്രമംഗലം, സ്കൂൾ കായിക അധ്യാപകരായ മുഹമ്മദ് ഹനീഫ, AA അബ്ദുൽ മജീദ്, മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം കോച്ച് KK ഹമീദ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ആരോഗ്യ കേന്ദ്രങ്ങളിൽ സേവനമനുഷ്ഠിച്ചുവരുന്ന മിഡി ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സ്, നഴ്സിംഗ് ഓഫീസർമാരുടെ സേവനം സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള രോഗികൾക്ക് വരെ ഏറ്റവും ആശ്വാസം നൽകുന്നതാണെന്ന് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്. ഓൾ കേരള MLSP അസോസിയേഷൻ തൃശൂരിന്റെ പ്രഥമ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AKM LSPA തൃശൂർ ജില്ലാ പ്രസിഡന്റ് ലേഖ അനീഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി M അജിത്, INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, INTUC വൈസ് പ്രസിഡന്റ് KN നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി എങ്കക്കാട് റെയിൽവേ ഗേറ്റ് പരിസരത്ത് ലോട്ടറി കച്ചവടം നടത്തുന്ന അന്ധനായ കുഞ്ഞുമോന്റെ 2000 രൂപ വില വരുന്ന ലോട്ടറികൾ തട്ടിയെടുത്തത് അറിഞ്ഞ വടക്കാഞ്ചേരിയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നഷ്ടമായ തുക കുഞ്ഞുമോന് കൈമാറി. കച്ചവടം ചെയ്യാൻ പണമില്ലാതെ വലയുന്ന സമയത്ത് കൃത്യമായി സഹായമെത്തിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കാഞ്ചേരി യൂണിറ്റിന് കുഞ്ഞുമോൻ നന്ദി രേഖപ്പെടുത്തി. യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, ഭാരവാഹികളായ PN ഗോകുലൻ, ഹിസ അബ്ദുൽ റഹ്മാൻ, പ്രശാന്ത് മല്ലയ്യ, താളം രാജൻ, കുഞ്ഞുമോൻ എങ്കക്കാട് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി.
തൃശൂർ ചെമ്പൂക്കാവ് സേക്രഡ് ഹാർട്ട് ചർച്ചിലെ വിശ്വാസ പരിശീലന ദിനാഘോഷവും ബിരുദദാന ചടങ്ങും വിപുലമായ പരിപാടികളോടെ നടന്നു. ഹോളി ഫാമിലി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് തൃശൂർ സെന്റ് തോമസ് കോളേജ് എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ ബിജു പാണേങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു. 15 വർഷത്തെ വിശ്വാസ പരിശീലനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ ബിരുദദാനവും അദ്ദേഹം നിർവഹിച്ചു. വിശ്വാസ പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കുട്ടി കൂട്ടായ്മയുടെ ലോഗോയും 2023-24 കാലയളവിലെ ബുക്ക് റിവ്യൂ, സർഗവേദി എന്നിവയുടെ പ്രകാശനവും നടന്നു. പള്ളി വികാരി ഫാദർ ജോയ് അടമ്പുകുളം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിശ്വാസ പരിശീലനം സെക്രട്ടറി ഏഞ്ചല ചെറി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിശ്വാസ പരിശീലനം പ്രിൻസിപ്പൽ സിസ്റ്റർ പാവന റോസ്, മരീന കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ഗ്രേസ് പോൾ, PTA പ്രസിഡന്റ് സന്തോഷ് ചാലക്കൽ, ഇടവക ട്രസ്റ്റി റാഫി പുലിക്കോട്ടിൽ, സംഘടനാ ഏകോപന സമിതി പ്രസിഡന്റ് കൊച്ചുറാണി ജോസഫ്, ബ്രദർ തേജസ് മാത്യു, സ്റ്റുഡൻസ് കൌൺസിൽ പ്രസിഡന്റ് ആൻ മരിയ ആന്റോ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പ് ഡാൻസ്, മാർഗംകളി അടക്കമുള്ള വിവിധ കലാപരിപാടികളും അരങ്ങേറി. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ ഇല്ലം നിറ ഭക്തിസാന്ദ്രമായി. തച്ചംകോട്ട് വിജയൻ സമർപ്പിച്ച കതിർക്കറ്റകൾ പടിഞ്ഞാറേ ഗോപുരത്തിൽ നിന്നും വാദ്യഘോഷങ്ങളോടെ ക്ഷേത്രം വലം വെച്ച് എഴുന്നള്ളിച്ചു. മേൽശാന്തി അനീഷ് കൈലാസം ലക്ഷ്മി പൂജ നടത്തി. കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. സമിതി സെക്രട്ടറി രാജു മാരാത്ത്, കോമരം വാസുദേവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന്റെ ഭാഗമായി കുമാരി പൂജ നടന്നു. ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. 6ാം ദിവസമായ ഇന്ന് വൈകിട്ട് 6 മണിക്ക് വിദ്യാഗോപാല മന്ത്രാർച്ചന നടക്കും. നെറ്റിശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അഖണ്ഡ നാമജപം നടത്തി. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് കപ്ലിങ്ങാട്ട് ചിത്ര ഭാനു നമ്പൂതിരി നാമം ചൊല്ലിക്കൊടുത്തു. ഞായറാഴ്ച രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ അഖണ്ഡ നാമജപം ഭക്തർ ഏറ്റുചൊല്ലി. ക്ഷേത്രത്തിൽ അഖണ്ഡ നാമജപം നടത്തുന്നത് വളരെ വിശേഷണമാണെന്നും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വ ഐശ്വര്യവും പ്രാപ്തമാകുമെന്നുമുള്ള അഷ്ടമംഗല പ്രശ്നവിധി പ്രകാരമാണ് നാമജപം നടത്തിയത്. വെങ്കിടം കണ്ണംകുളങ്ങര ശ്രീ അന്തിമഹാകാളൻ രുദ്ര മഹാകാളി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവത് സേവയും നടന്നു. ക്ഷേത്രം ശാന്തി രാജീവ് ശർമ്മ പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് പ്രദീപ് മൂത്തേടത്ത്, സെക്രട്ടറി മണികണ്ഠൻ ആചാരി, ട്രഷറർ രമേശ് ലാൽ എന്നിവർ നേതൃത്വം നൽകി. ബാലസംഘം കടങ്ങോട് മേഖലാ സമ്മേളനം ബാലസംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് അനുരാഗ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് അഭിഷേക് ജയൻ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, ബാലസംഘം വടക്കാഞ്ചേരി ഏരിയ കോർഡിനേറ്റർ MS സിദ്ധൻ, CPM ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ് എന്നിവർ സംസാരിച്ചു. തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. 108 നാളികേരം കൊണ്ട് നടത്തിയ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് മനയിൽ കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആനയൂട്ടിന് ക്ഷേത്ര മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി കാർമ്മികത്വം നൽകി. ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പ്രദീപ് കരിപ്പാടത്ത്, അംഗങ്ങളായ ഗിരീഷ് മാത്തുകാട്ടിൽ, സുഷിൽ ചാളിപ്പാട്ട്, പ്രവീൺ ചെറുകര എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6450, പവന് 51,600. വെള്ളി ഗ്രാമിന് 88, പ്ലാറ്റിനം ഗ്രാമിന് 3141 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോർപ്പറേഷൻ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ റദ്ദാക്കിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പുലിക്കളി സംഘങ്ങൾ മേയർക്ക് നിവേദനം നൽകി. 9 ടീമുകളാണ് മേയർക്ക് നിവേദനം നൽകിയത്. വിദ്യാഭ്യാസം മനുഷ്യനെ വിനയാന്വിതനാക്കുന്നുവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നല്ല വിദ്യാഭ്യാസത്തിലൂടെ അനുകമ്പയുടെയും സഹാനുഭൂതിയുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്താൻ സാധിക്കുമെന്നും ഗവർണർ.
തൃക്കൂരിലെ വാഴ കർഷകരുടെ ഉള്ളിലെ ആധി ഇറങ്ങിയില്ല. വെള്ളപ്പൊക്കത്തിൽ 13.4 ഹെക്ടറിലെ 33,500ഓളം വാഴകൾക്കാണ് നാശം സംഭവിച്ചത്. കേച്ചേരി മഴുവഞ്ചേരിയിൽ കാർ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി 2 പേർക്ക് പരിക്കേറ്റു. ഡ്രൈവർ ഉറങ്ങിയതാകാം അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. കൊൽക്കത്തയിലെ മെഡിക്കൽ PG വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ തൃശൂരിലും പ്രതിഷേധം. PG ഡോക്ടർമാർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് പ്രവർത്തകർ സേവ്യർ ചുറ്റിലപ്പള്ളി MLAയുടെ ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തി. വടക്കാഞ്ചേരി തെക്കുംകര മേഖലകളിലെ വന്യമൃഗശല്യം തടയാൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.